നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്രത്തിലെ യുറാനസിനെ കുറിച്ചും നെപ്റ്റ്യൂണിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുകയാണ്. യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. യുറാനസിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം? യുറാനസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിപ്പത്തിൽ 3-ാം സ്ഥാനം അർഹിക്കുന്ന ഗ്രഹമാണ് യുറാനസ്. വലിപ്പത്തിൽ 3-ാം സ്ഥാനം അർഹിക്കുന്ന ഗ്രഹമാണേത്? യുറാനസ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വലിപ്പത്തിൽ 3-ാം സ്ഥാനം അർഹിക്കുന്ന ബാഹ്യഗ്രഹവും ഏത് തന്നെയാണ്? യുറാനസ് തന്നെയാണ്. യുറാനസ് ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നു? യുറാനസ് കിടക്കുന്ന ഗ്രഹമെന്നറിയപ്പെടുന്നു, ഉരുളുന്ന ഗ്രഹമെന്നും കിടക്കുന്ന ഗ്രഹമെന്നും ഒക്കെ അറിയപ്പെടുന്നത് എന്താണ്? യുറാനസ് ആണ്. അതുപോലെ തന്നെ പച്ചഗ്രഹമെന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. ആൻസർ എന്താണ്? യുറാനസ് ആണ്. അതുപോലെ തന്നെ വിഷവാതക സാന്നിധ്യമുള്ള ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്. വിഷവാതക സാന്നിധ്യമുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ യുറാനസ് ആണ്. അതുപോലെ തന്നെ സൂര്യനോട് ഏറ്റവും അകലെയുള്ള 2ാമത്തെ ഗ്രഹമാണ് യുറാനസ്. ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്. അതുപോലെ ഏറ്റവും തണുപ്പ് കൂടിയ 2ാമത്തെ ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്. യുറാനസ് ആണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ നെപ്റ്റ്യൂണിനെ കുറിച്ച് പറയുകയാണ്. നെപ്റ്റ്യൂൺ വലിപ്പത്തിൽ 4-ാം സ്ഥാനം അർഹിക്കുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. അതുപോലെ തന്നെ വലിപ്പത്തിൽ 4-ാം സ്ഥാനം അർഹിക്കുന്ന ബാഹ്യഗ്രഹവും ഏത് തന്നെയാണ്? നെപ്റ്റ്യൂൺ ആണ്. നെപ്റ്റ്യൂണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ വലയങ്ങളുള്ള ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ വലയങ്ങളുള്ള ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. അതുപോലെ പറയുകയാണെങ്കിൽ തണുത്ത ഗ്രഹമെന്നറിയപ്പെടുന്നത് ആരെയാണ്? നെപ്റ്റ്യൂണിനെയാണ്. ആരാണ്? നെപ്റ്റ്യൂൺ ആണ്. അതുപോലെ തന്നെ നെപ്റ്റ്യൂണിനെ കുറിച്ച് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. സദാ കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹം, സദാസമയവും ഇങ്ങനെ കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. അതുപോലെ തന്നെ നെപ്റ്റ്യൂൺ ഏതു പേരിൽ അറിയപ്പെടുന്നു? വരുണൻ എന്നറിയപ്പെടുന്നു. വരുണൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? നെപ്റ്റ്യൂണിനെയാണ്. നെപ്റ്റ്യൂൺ. അപ്പോൾ നമ്മൾ യുറാനസിനെ കുറിച്ചും നെപ്റ്റ്യൂണിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പോൾ നമ്മൾ ഏതാണ്ട് 382 വീഡിയോ ഇടാൻ വേണ്ടി 382 വീഡിയോകളായി. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ വീഡിയോ തുടർച്ചയായിട്ട് കാണുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പരീക്ഷകളൊക്കെ എഴുതുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്നതാണ്. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. ഉപകാരപ്പെടുന്ന വീഡിയോ നിങ്ങൾക്ക് പഠിച്ചാൽ പരീക്ഷകൾക്ക് പ്രയോജനപ്രദമാണ് കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ കാണുന്നതിൽ തുടർച്ചയായിട്ട് കാണുക. അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ ബുക്കിലോ ഡയറിയിലോ ഒക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇത് പ്രയോജനപ്രദമാണ്.